തുടങ്ങാല്ലേ? ഹര ഹരോ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞ ഇസ്ലാമോഫോബിയ ഉണ്ട്, മുസ്ലിം വെറുപ്പുണ്ട്, ശക്തമായ ജാതി മേൽക്കോയ്മവാദികളും അവർ ഹിന്ദുത്വ വംശീയ പൊതുബോധം പേർന്നവരുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ലോകം മുഴുവൻ തിരിച്ചറിയണം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ നന്നാവും ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റി. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ ശ്യാംകുമാർ സാർ അടക്കമുള്ള ആളുകൾ അവരതിനകത്ത് പറഞ്ഞു വെക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്. ചില സത്യങ്ങളെ അസത്യമാക്കി ഒരു മൂടി വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയൊക്കെ മേലേക്ക് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. ഇവിടെ ഇന്നലെ നിങ്ങൾ മാതൃഭൂമി ഓൺലൈൻ മീഡിയ കൊടുത്തൊരു വാർത്തയുണ്ട്. കുറ്റം ചെയ്തവരിൽ പ്രതികളിൽ സ്ത്രീകളും. പക്ഷെ പാരമ്പര്യം വിശ്വാസത അവന്റെ അമ്മയുടെ തേങ്ങാക്കൊല. ആ സ്ത്രീയിൽ ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ ഈ പേരിൽ ഒരാളായിട്ടുള്ള ആനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന്. ഇനി മാധു ഇത് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയരുത്. അഞ്ച് പ്രതികളുടെയും പേരറിയില്ല, അതിലെ കോൺഗ്രസ്സുകാരെ അറിയില്ല, അതിലെ CATU-കാരനെ അറിയില്ല, മാധുവിന് അതിലെ CAT-കാരനെ അറിയില്ല. എനിക്കറിയില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എനിക്ക് നാണുണ്ടെന്നാ പച്ചക്കള്ളം പറയരുത്. നാണമാകുന്നതിന് നിങ്ങൾക്ക് ലൈബ്രറി നിന്ന് പച്ചക്കള്ളം പറയാൻ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാണ് പുരോഗമന മുഖം മൂടി. ഈ TS ശ്യാംകുമാറിനെ പോലെയുള്ള പുരോഗമന മുഖം മൂടി അണിഞ്ഞ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. ത്തെ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നടപടി നടക്കൂലെന്ന് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അടവ് നടക്കൂല. ഈ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല നായിന്റെ പട്ടി മോനെ. ഒന്ന് ശ്രീ ശ്യാംകുമാർ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസാരത്തില് അങ്ങ് ഒട്ടാകെ പറഞ്ഞത് അവിടുത്തെ മറ്റേ ഇസ്ലാമോഫോബിയെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാ. ദളിതരെ കുറിച്ചിട്ട് ആദിവാസികളെ കുറിച്ചിട്ട് അങ്ങയുടെ 10 മിനിറ്റ് അങ്ങ് സംസാരിച്ചിട്ട് പോലുമില്ല. അങ്ങ് ദയവേത് ഇനിയെങ്കിലും അവരെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കണം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ശക്തികളെ കുറിച്ചിട്ടൊക്കെ അധികം പറയണ്ടേ? പാലക്കാട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാണല്ലോ. പാലക്കാട് അട്ടപ്പാടി ബ്ലോക്കിലെ പുതൂര് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രൈബൽ റിസോർട്ടാണ്. ആ പുതൂർ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ശ്യാമു മാത്രം അങ്ങനെ പറഞ്ഞു പോലെ ഞാനും കൂടി പറയട്ടെ. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടമുള്ള പറയണം. ഞാൻ വന്നത് ഞാൻ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞോ? ശ്യാംകുമാറിനാ അദ്ദേഹത്തിന്റെ വക്കാലത്ത് താങ്കൾ എടുക്കുന്ന എന്തിനാ? TS ശ്യാംകുമാറിന്റെ വക്കാലത്ത് മാധു എടുക്കുന്ന എന്തിനാ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ മേലാൽ ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്.